കൊല്ലം ജില്ലയിൽ അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ഇക്കോ ടൂറിസം പദ്ധതിയുണ്ട്. കുടുക്കത്തുപാറ ഇക്കോ ടൂറിസം പദ്ധതി എന്നാണ് ഇതിൻ്റെ പേര്. ആനക്കുളം വനമേഖലയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കുടുക്കത്തുപാറ ഇക്കോ ടൂറിസം പദ്ധതിയിലേക്കാണ് ഇന്ന് നമ്മൾ പ്രഭാത സവാരി നടത്തുന്നത്. നമ്മുടെ ഈ വനത്തിനുള്ളിലൂടെ ഏതാണ്ട് 1 കിലോമീറ്ററെങ്കിലും സഞ്ചരിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ ഈ കുടുക്കത്തുപാറയുടെ മുകളിലെത്താൻ സാധിക്കുകയുള്ളൂ. വനപ്രദേശമാണ്, വന്യജീവികളൊക്കെ ഉള്ള ഒരു മേഖലയായതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമുക്കൊപ്പം 2 വാച്ചർമാരെ കൂടി വിട്ടിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടനും ബാലൻ ചേട്ടനും ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ പ്രഭാത സവാരിക്കായി കുടുക്കത്തുപാറയുടെ മുകളിലേക്ക് വന്നുകൊണ്ട്. ഈ വനത്തിനുള്ളിൽ കാണുന്ന ഗന്ധർവൻ പാലയാണ് നിൽക്കുന്നത്. ഇത് പൂത്തുമ്പോൾ കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ഇതിൻ്റെ സുഗന്ധമായിരിക്കും എന്നാണ് ഈ വാച്ചർമാർ പറയുന്നത്. ഇതുകൂടാതെ ആരോഗ്യപ്പച്ച അടക്കമുള്ള ഔഷധ സസ്യങ്ങൾ, നിരവധി ഔഷധ സസ്യങ്ങളുടെ ഒരു മേഖല കൂടിയാണ് ഈ കുടുക്കത്തുപാറ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 360 സ്റ്റെപ്പ് കയറി മേളി വരുമ്പോൾ 850 അടി നീളമുള്ള ഈ കുടുക്കത്തുപാറ, അതിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഗുഹയാണ്, സായിപ്പിൻ്റെ ഗുഹയെന്ന് പറയും. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് 2 ലോറിക്കകത്ത് കയറി കിടക്കത്തുള്ള ഒരു ഗുഹയുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ 4 ജില്ല, കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല, തിരുവനന്തപുരം ജില്ല, എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ല, ഇത്രയും 4 ജില്ലകൾ കാണാം. പിന്നെ അതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ പൊന്മുടി അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്താണ് മനോഹര കാണുന്നത്. പക്ഷേ അത് മഞ്ഞുകൊണ്ട് മൂടി കിടക്കുക. അങ്ങേ സൈഡിൽ നിന്നാൽ നമുക്ക് ജടായു പാറ, ആ ജടായുവിൻ്റെ പ്രതിമയുടെ പകുതി ഭാഗം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാം. അപ്പം ആ രീതിയിൽ പിന്നെ ഇവിടെ ഗന്ധർവൻ പാല, പിന്നെ പല പല ആരോഗ്യപ്പച്ച സസ്യങ്ങളും ആൾക്കാർ ഏതെങ്കിലും ഒരു ഡെയിലി 10-100 പേര് ഇവിടെ വരുന്നുണ്ട്.